ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നാൽ ഇതൊരു വളരെ ഗൗരവമേറിയ ഒരു കാര്യം കൂടിയാണ്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു വീടിൻ്റെ പോസിറ്റിവിറ്റി, അതായത് എന്താ പറയുന്നതിന്, വീടിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ വീടിൻ്റെ അഭിവൃദ്ധി, ഇതിനൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളതും ഞാൻ പരീക്ഷിച്ച് എനിക്കതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇതൊക്കെ തന്നെ സ്ഥിരം ചെയ്തു പോകുന്നവരാണ്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാലും ഒന്നുകൂടി പറയുകയാണ്, ആരൊക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ ഈ പറയുന്നത് കൊണ്ട് വീണ്ടും ഒരു പ്രോത്സാഹനം കിട്ടുമെങ്കിൽ അതാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമ്മുടെ വീടെന്ന് പറയുന്നിടത്താണ് നമ്മുടെ എല്ലാ ഇമോഷൻസും, അതുപോലെ തന്നെ അതുകൊണ്ടാണല്ലോ വീടിനെ നമ്മൾ ഷെൽട്ടർ എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ നമ്മുടെ വീട് തന്നെ ആയിരിക്കും എല്ലാ വ്യക്തികൾക്കും. എവിടെയൊക്കെ നമ്മൾ പോയാലും, എവിടെയൊക്കെ കറങ്ങാൻ പോയാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം എന്ന് നിലനിൽക്കാനും കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നമ്മുടെ വീട് പോകാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള പ്രാർത്ഥന സ്ഥലം, അതായത് എവിടെയാണോ നമ്മൾ ഭഗവാനെ വെച്ചിരിക്കുന്നത് അവിടെ, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രാർത്ഥന ചെയ്യുന്ന സ്ഥലമായാലും അത് വളരെ ക്ലീനായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ചിലരുടെ വീട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ എത്രയോ ദിവസം വിളക്ക് കൊളുത്തിയതിൻ്റെ ആ ഒരു ഭസ്മം, ശാമ്പ്രാണി തിരിയിൽ നിന്ന് വരുന്ന ആ ഒരു പൊടി, ഇതൊക്കെ അവിടെ തന്നെ കിടക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ഇടാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ ഫോട്ടോ ഒക്കെ തുടച്ച് വൃത്തിയാക്കി പനിനീരും ഒക്കെ ഇട്ട്, എന്തെങ്കിലും സുഗന്ധ ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ട് നമ്മൾ ഒരു തുണി കൊണ്ട് നല്ല തുടച്ച് വൃത്തിയാക്കി അവിടെ മാറാലയൊന്നും കെട്ടാതെ നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ വിളക്ക് നമ്മൾ കൊളുത്തി കഴിഞ്ഞതിന് ശേഷം ആ തിരി ഉണ്ടല്ലോ, ലാസ്റ്റിൽ വരുന്ന ആ തിരി, വിളക്ക് കൊളുത്തി കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് മാറ്റി ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കുക. പിന്നീട് ആരും ചവിട്ടാത്ത ഒരു മരത്തിൻ്റെ മൂട്ടിലോ എവിടെയാണ് നമ്മളത് ഇടുന്നത് അവിടെ കൊണ്ടുപോയി നമുക്ക് ഇട്ടാൽ മതി. പക്ഷേ അങ്ങനെ നമ്മൾ രാത്രി കഴിച്ച ആഹാരം കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ നീറ്റാക്കി വെക്കുന്നത് പോലെ തന്നെ ഭഗവാന് വിളക്ക് കൊളുത്തിയ സ്ഥലം രാത്രി തന്നെ അതിനെ ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ മാറാല, തീർച്ചയായും ഒരു ശകലം മാറാല പോലും ആ ഭാഗങ്ങളിൽ പിടിച്ചിരിക്കുന്നതായി നമ്മൾ കണ്ടാൽ ഉടനെ തന്നെ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അതൊരു കാര്യം. പിന്നീട് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആർഗ്യുമെൻറ്റ്സ്, വാക്കുതർക്കങ്ങൾ. അമ്മയും മോനും തമ്മിൽ, ഹസ്ബൻഡും വൈഫും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും നമ്മളും തമ്മിൽ, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ചില വാക്കുതർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല, എനിക്കറിയാം. പക്ഷേ ഒറ്റയ്ക്ക് നമ്മൾ താമസിക്കുന്ന ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അച്ഛൻ, അമ്മ, മക്കൾ മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെയുള്ള വീടുകളിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക. നമുക്കറിയാം ഈ വാക്കുതർക്കത്തിൽ ആരും ജയിക്കാനും തോൽക്കാനും ഒന്നും പോകുന്നില്ല, നമ്മുടെ കുറേ എനർജി മാത്രമാണ് അതിൽ വേസ്റ്റ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അനാവശ്യമായ വാക്കുതർക്കങ്ങൾ നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വീടിൻ്റെ പോസിറ്റിവിറ്റി നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതുപോലെ നമ്മുടെ പ്രധാന വാതിലുണ്ടല്ലോ, വീട്ടിലേക്ക് വരുന്ന പൂമുഖവാതിൽ എന്നൊക്കെ നമ്മൾ പറയും, ആദ്യമായി വന്ന് കയറുന്ന ആ പ്രധാന വാതിൽ, അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രത്യേകമായി അതിനെ ഒന്ന് കൺസിഡർ ചെയ്ത് നല്ല തൂത്ത്, നല്ല ഒരു തുണി കൊണ്ട് നല്ല തുടച്ച് വൃത്തിയാക്കി, അല്ലെങ്കിൽ പനിനീരിൽ മുക്കിയ ഒരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയാലും നല്ലതാണ്. അത് ഒന്ന് പ്രത്യേകമായി നീറ്റായിട്ട് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർ ഈ വാതിൽപ്പടിയുടെ 2 സൈഡിൽ പൂക്കളൊക്കെ വെച്ചൊരു വിളക്കൊക്കെ കൊളുത്തി വയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഐശ്വര്യമാണ് നമ്മളെ വീട്ടിന് കൊണ്ടുവരുന്നത് എന്ന് എനിക്കെൻ്റെ അനുഭവത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ
നമ്മുടെ പ്രധാന വാതിലിൽ ദ്വാരദേവിയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പരദേവതയും നമ്മുടെ സംരക്ഷണത്തിനായി കാത്തിരിക്കുന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം എന്ത് തന്നെ ആയാലും നമ്മൾ പ്രധാന വാതിലിൽ കൂടിയാണല്ലോ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും പോയിട്ട് വരുന്നതും ആ വഴിയാണ്. അപ്പോൾ നമ്മളെവിടെയെങ്കിലും യാത്ര പോകാൻ നേരവും നമ്മളിങ്ങനെ പ്രധാന വാതിലിൽ കൈവച്ച് നമ്മൾ പോകുന്ന സ്ഥലമെല്ലാം സന്തോഷപ്രദവും അതുപോലെ തന്നെ സേഫും ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ ഇനി തൊട്ടൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ, ഇതിന് പ്രത്യേകിച്ച് കാശ് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വാക്ക് തർക്കങ്ങളില്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വിചാരിച്ച് ഒരു കാര്യവും നമുക്ക് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സംസാരിക്കേണ്ടതായ സിറ്റുവേഷൻസ് വരും. പക്ഷെ എന്നാലും കഴിവിൻ്റെ പരമാവധി ആർഗ്യുമെൻറ്റ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും നമ്മുടെ എന്താണ് പറയുന്നത്, ഈ പാത്രങ്ങൾ, കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ നമ്മളെപ്പോഴും നല്ല നീറ്റായി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ കിട്ടുന്ന ഒരു ടൈമിൽ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് നമ്മൾ സേഫായിട്ട് മാറ്റി വയ്ക്കുക. കാരണം എല്ലാം കൂടെ എടുത്തിട്ടാൽ നമുക്കത് ചെയ്ത് തീർക്കാൻ കഴിയാതെ വരും. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ കിച്ചണിൽ പാത്രങ്ങളൊക്കെ ധാരാളം ഇട്ടേക്കുമായിരുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള സമയത്ത്. കാരണം നമുക്ക് രാവിലെ 7 മണിക്ക് ജോലിക്ക് പോകണം. അപ്പം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഈ പാത്രങ്ങൾ കിടക്കുന്നത് കാരണം കഴിച്ച പാത്രം മാത്രം കഴുകിയിട്ട് ബാക്കിയുള്ളത് രാവിലെ കഴുകുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കും. പക്ഷെ രാവിലെ ആ ജോലി എനിക്ക് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോരുത്തരോട് ഞാൻ പറയുന്നത്, നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന അത്രയും പാത്രങ്ങൾ മാത്രമേ നമ്മൾ പുറത്തേക്ക് എടുത്ത് വയ്ക്കാവൂ. ബാക്കിയുള്ളതൊക്കെ സേഫായിട്ട് വയ്ക്കുക. മാസത്തിലൊരിക്കൽ അതെല്ലാം എടുത്തൊന്ന് കഴുകി വൃത്തിയാക്കി കുറേശ്ശെ കഴുകി വൃത്തിയാക്കി ഉണക്കി നമുക്ക് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീടിന് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. അതുപോലെ തന്നെ അടുക്കളയിലും മാറാല പിടിച്ചിരിക്കാൻ ഒട്ടും പാടില്ല. വീടിൻ്റെ ഒരു സ്ഥലങ്ങളിലും മാറാല പിടിച്ചിരിക്കുന്നത് മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് വൃത്തിയാക്കിയാൽ ഇത് പിടിക്കുന്നതിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു കിട്ടും. മാറാല എപ്പോഴും നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അധികം മാറാല പിടിക്കാനുള്ള ചാൻസസ് വരില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് ചെയ്യുക. കിച്ചണിൽ ഒഴിയാതെ നമ്മൾ സൂക്ഷിക്കേണ്ട 2 സാധനങ്ങളാണ്. എന്തൊക്കെ സാധനത്തിന് കുറവ് വന്നാലും അരിക്കും ഉപ്പിനും മഞ്ഞൾപ്പൊടിക്കും കുറവ് വരരുത്. അതെപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കരുതി വയ്ക്കുക. ഇതൊക്കെ ഒരു പോസിറ്റീവ് തോട്ട്സിന് വേണ്ടി നമ്മുടെ മനസ്സിനൊരു നമ്മുടെ വീട്ടിൽ അരി നിറച്ചുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താണ് നല്ല നീറ്റ്നെസ് ആണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്കൊരു പോസിറ്റിവിറ്റി കടന്നു വരും. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ വലിയ വലിയ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതാണ്. എല്ലാവരും സന്ധ്യാനാമം ജപിക്കാനായി ശ്രദ്ധിക്കുക. നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന മന്ത്രങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷെ എന്നാലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയം നമ്മൾ പ്രത്യേകമായി നീക്കി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു വീടിനെ സംബന്ധിച്ച്. അതുപോലെ ത്രിസന്ധ്യ സമയങ്ങളിൽ നമ്മൾ ഈ നഖം വെട്ടുക, അതുപോലെ മുടി ഇങ്ങനെ ചീകി ഫ്രണ്ട് പൂമുഖവാതിലൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ ചീകുന്നത് നമ്മുടെ വീടിന് വളരെ ദോഷകരമായൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കും അറിയാം അതൊരു നെഗറ്റീവ് കാര്യമാണെന്ന് ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു സമയം വയ്ക്കുക. ആ സമയത്ത് നമ്മളത് വൃത്തിയായി ക്ലീൻ ചെയ്ത്, നമ്മളൊക്കെ പണ്ട് ചെറുതായിരുന്നപ്പോൾ ഈ നഖമൊക്കെ കൊണ്ടുവന്ന് മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ സ്ഥലത്തും ഇരുന്ന് നമ്മൾ നഖം വെട്ടാറില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും പരമപ്രധാനമായി നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫ്രണ്ട്സ്, ഈ പരദൂഷണം പറച്ചിൽ ഒഴിവാക്കുക എന്നുള്ളത്. അത് ഇതിനു മുമ്പൊരു വീടിനെ കുറിച്ചുള്ളൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് ലഭിച്ചത് സന്തോഷമാണ് എന്ന് ദിവസവും നമ്മൾ ദൈവത്തിനോട് താങ്ക്സ് പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതാരും മറന്നു പോകരുത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈശ്വരൻ്റെ ഭഗവാന്റെയൊക്കെ പൊട്ടിയ ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റി ഒരു ആരും ചവിട്ടാത്ത സ്ഥലത്ത് വയ്ക്കുകയോ, മണ്ണിലുള്ളതാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഒഴുക്കാം. കാരണം വെള്ളത്തിൽ മണ്ണ് ലയിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ പ്ലാസ്റ്റിക് അതുപോലെയൊക്കെയുള്ള സാധനങ്ങളിലും ഗ്ലാസ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം മലിനമാക്കാൻ പാടില്ല. കടലിലൊക്കെ കൊണ്ടുവന്ന്
എറിയുന്നത് അവിടെയുള്ള മത്സ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഹാനികരമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ആരും ചവിട്ടാത്ത ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചാലും മതി. പക്ഷേ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാതിരിക്കുക. വർഷങ്ങളായി ഉപയോഗിക്കാതിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് റിമൂവ് ആക്കുക. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, വയറ് അതുപോലുള്ള സാധനങ്ങൾ, ഈ ഒരു കാര്യത്തിന് ഉപകരിക്കാത്ത നമ്മുടെ കത്തികൾ, പഴയ കത്തികൾ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ നമ്മളെ വീട്ടിൻ്റെ പോസിറ്റിവിറ്റി നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിലിരുന്ന് മാക്സിമം നമ്മൾ എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ വീടിൻ്റെ സമ്പൽസമൃദ്ധിയും ഐശ്വര്യവും കാത്തുരക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് കേട്ടോ ഫ്രണ്ട്സ്. ആർക്കെങ്കിലും ഇത് റിലേറ്റബിളായോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നെനിക്കറിയാം. പക്ഷേ എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും ഇതുപോലുള്ള പല കാര്യങ്ങളും ഇതിനു മുമ്പ് പാലിക്കാതിരുന്നതിൻ്റെ പുറത്ത് ധാരാളം നെഗറ്റിവിറ്റി എൻ്റെ വീട്ടിൽ വന്നതായി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായും അതുപോലെ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ലവ് യു ആൾ.